500 ഗ്രാമിലേറെ MDMA-യുമായി യുവാവിനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നു. എന്തായാലും നമുക്കൊപ്പം നാർക്കോട്ടിക് കേസ് കൂടി ചേരുകയാണ്. എങ്ങനെയായിരുന്നു ഇയാളിലേക്ക് എത്തിയത്? ഒരുപക്ഷെ 500 ഗ്രാമൊക്കെ വലിയ ക്വാണ്ടിറ്റിയാണ്. അത് 500 MDMA 10 ഗ്രാമിന് മുകളിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് നല്ലൊരു ക്വാണ്ടിറ്റിയാണത്. 500 ഗ്രാം, അര കിലോക്ക് മുകളിലുണ്ട്, 550 ഗ്രാമുണ്ട്. നമുക്കൊരു രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് വെളുപ്പിനൊന്ന് ഈ വീട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു 550 ഗ്രാം MDMA കിട്ടി. മുഹമ്മദ് ഇഷാദ് എന്ന് പറയും, പൊന്നാനി സ്വദേശിയാണ്. ഇയാളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് 2 വർഷമായിട്ട് ഈ വീടിൻ്റെ മുകളിൽ. ഇയാൾക്ക് കുടിവെള്ളത്തിൻ്റെ വിതരണം സപ്ലൈ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പ്രതി വെളിവാക്കുന്നില്ല, അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. കൂടുതൽ ഇനി പ്രതിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിശദമായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുള്ളൂ. ഇയാളിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തുന്നത്? കാര്യം വീട്ടിൽ പരിശോധന നടത്താനൊക്കെയുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? നമുക്ക് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലുവയിലൊരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു വെളുപ്പിന് തന്നെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും നമുക്കൊരു വിവരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് 550 ഗ്രാം MDMA കിട്ടി. സാധാരണഗതിയിൽ ചെറിയ ക്വാണ്ടിറ്റികളൊക്കെയാണ് ആളുകളിൽ നിന്ന് പിടിക്കാറ്. 500 ഗ്രാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു വിൽപ്പനയ്ക്ക് വേണ്ടി സൂക്ഷിച്ചതാണ്. ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഒപ്പം തന്നെ ഈ കൊച്ചിയിലെ നഗരത്തിലെ രാസലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ണി തന്നെയാണോ പുള്ളി? പ്രധാന കണ്ണി തന്നെ. 1 കിലോ വെക്കണമെങ്കിൽ ഇയാൾ ഉപയോഗത്തിൻ്റെ അല്ലല്ലോ, അപ്പോൾ വിൽപ്പനക്കായിട്ടാണ്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലൊന്നും ഇയാൾ വെളിവാക്കുന്നില്ല, അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. 1 കിലോ കഞ്ചാവ് ഒരാൾ സ്വയം ഉപയോഗത്തിനായിട്ട് വെക്കില്ല. അപ്പോൾ ഇയാൾ കൊച്ചി സിറ്റിയിൽ ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന മെയിൻ കണ്ണി തന്നെയാണെന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. മുമ്പ് ഏതെങ്കിലും കേസുകളുടെ പശ്ചാത്തലമൊക്കെ ഇയാൾ ചോദ്യം ചെയ്തപ്പോൾ കേസുകളുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വിശദമായിട്ട് കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞാലാണ് വേറെ ഏതെങ്കിലും കേസുകളുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇയാൾ ചോദിച്ചപ്പോൾ വേറെ കേസൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പരിശോധന നമ്മൾ രാത്രി മുതൽ തന്നെ വിവരം കിട്ടിയപ്പോൾ തന്നെ തുടങ്ങി. ഇപ്പോഴും സെർച്ച് ഓൺഗോയിങ് ആണ്? അതെ അതെ, വെളുപ്പിന് നമ്മുടെ പരിശോധന നടത്തിയത്. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരുപക്ഷെ സമീപകാലത്ത് കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ക്വാണ്ടിറ്റിയിലുള്ള ഒരു രാസലഹരി തന്നെയാണ് പിടികൂടിയിട്ടുള്ളത്. എന്തായാലും പോലീസിൻ്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നമ്മോട് സംസാരിച്ചത് നാർക്കോട്ടിക് AC കൂടിയായിട്ടുള്ള അബ്ദുൽ സലാമാണ്. എന്തായാലും ആ പരിശോധനയിലൂടെ കൂടുതൽ കണ്ണികളിലേക്കും മുഖ്യ ഇടപാടുകളിലേക്കുമൊക്കെ ഈ അന്വേഷണം പോകുമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസും ഡാൻസാഫും ഒക്കെ ഉള്ളത്.